തലമുറകളായി കൈമാറി വന്ന അറിവിന്റെ മഹാപൈതൃകം. എടത്തറയുടെ മണ്ണിൽ അക്ഷരവെളിച്ചം പടർത്താൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ പതിനായിരക്കണക്കിന് കുരുന്നുകൾക്ക് ഈ വിദ്യാലയം ഒരു തണൽവൃക്ഷമാവുന്നു. അറിവിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിച്ച് തലമുറകളെ നയിക്കുന്നു ഞങ്ങളുടെ ഈ അക്ഷരപ്പൊയ്ക. പാലക്കാടൻ കാറ്റിന്റെ ഈരടികൾക്കൊപ്പം അറിവിന്റെ നൂതന പാഠങ്ങൾ കൂടി ചേർത്തുവെച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച വിദ്യാലയം ഗവൺമെന്റ് UP സ്കൂൾ എടത്തറ. നമ്മുടെ വിദ്യാലയത്തിന്റെ 114-ാം പിറന്നാളാണ് വളരെ സന്തോഷത്തോടെ നാം ഇന്ന് ആഘോഷിക്കുന്നത്. മികവിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകുന്ന നമ്മുടെ വിദ്യാലയം പറളി ഉപജില്ലയിലെ മികച്ച ഒരു സർക്കാർ വിദ്യാലയം തന്നെയാണ്. ഒരു വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കാൻ പല ഘടകങ്ങളും അനുകൂലമാകേണ്ടതുണ്ട്. അധ്യാപകർ, രക്ഷിതാക്കൾ, PTA, MPTA, SMC സംവിധാനങ്ങൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ശക്തമായ ഈ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളും പിന്തുണയും കൊണ്ടാണ് നാം ഇന്ന് മികവിലെത്തി നിൽക്കുന്നത്. ഈ ആഘോഷവേളയിൽ 2025-26 അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ച വളരെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. പ്രവേശനോത്സവം 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 2-ന് വാർഡ് മെമ്പർ ശ്രീ സതീഷ് അവർകൾ ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവ ഗാനത്തോടെ പുതിയ കുട്ടികളെ വരവേറ്റു. കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും മധുര വിതരണവും നടന്നു. എടത്തറ ചന്ദ്രശേഖരപുരം CV ലക്ഷ്മണ അയ്യർ അവർകളുടെ ആദരസൂചകമായി ആവാസ് അധ്യയൻ എന്ന പേരിൽ പഠനോപകരണ വിതരണം നടന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനും ഫോട്ടോഗ്രാഫി നേച്ചർ ക്ലബ്ബും സംയുക്തമായ ഫോട്ടോ പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രകാശ് സൂര്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ സുദീപ് മുഖ്യപ്രഭാഷകൻ ആയിരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചങ്ങാതിക്കൊരു തൈ എന്ന പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ തൈകൾ കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് നൽകി. വായന ദിനവുമായി ബന്ധപ്പെട്ട് വായനാ വാരാഘോഷം സ്കൂളിലെ മുൻ അധ്യാപിക MP ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാരാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഗീത ടീച്ചർ നിർവഹിച്ചു. വിദ്യാരംഗം വേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വായനക്കുറിപ്പ് മത്സരം സംഘടിപ്പിച്ചു. വായനാ വാരാഘോഷത്തിന്റെ സമാപനം എഴുത്തുകാരൻ KS സുധീർ നിർവഹിച്ചു. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടത്തുകയും BRC അധ്യാപിക പ്രീത ടീച്ചറുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ക്ലാസ് ലീഡർ തിരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ എന്നിവരെ തിരഞ്ഞെടുത്തു. സ്കൂൾ ലീഡർ തീർത്ഥ ഏഴുടി, ഡെപ്യൂട്ടി ലീഡർ ഫാസിൽ അഹമ്മദ് ഏഴുടി എന്നിവർ ലീഡർമാരായി. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി കർഷകനുമായി അഭിമുഖം നടത്തി. ശ്രീ രാജേഷ് രാമകൃഷ്ണൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. 2025-26 വർഷത്തിലെ PTA വാർഷിക പൊതുയോഗം ജൂലൈ 10-ന് നടന്നു. HM ഗീത ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ PTA ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റ് ശ്രീ പ്രകാശൻ മാടമ്പത്ത്, വൈസ് പ്രസിഡന്റ് ശ്രീമതി നിഷ, MPTA പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ, SNC ചെയർമാൻ ശ്രീ അറഫാത്ത് എന്നിവരെ യോഗത്തിൽ തിരഞ്ഞെടുത്തു. യോഗത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ LSS USS ജേതാക്കളെ അനുമോദിക്കുകയും ചെയ്തു. SSKയിൽ നിന്നും നമ്മുടെ സ്കൂളിലേക്ക് ലഭിച്ച ഇന്റഗ്രേറ്റഡ് ലാബിന്റെ ഉദ്ഘാടനം പറളി BPC ശ്രീ അജിത് MA നിർവഹിച്ചു. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 21-ന് ചാന്ദ്രദിനം ആഘോഷിച്ചു. ചാന്ദ്രദിന പതിപ്പ് നിർമ്മാണം, റോക്കറ്റുകളുടെ മോഡൽ പ്രദർശനം, ചാന്ദ്രദിന ക്വിസ് എന്നിവയും നടന്നു. ഏഴ്സിയിലെ ചിന്മയി ബഹിരാകാശ സഞ്ചാരിയുടെ വേഷം ധരിച്ചെത്തിയത് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. വിദ്യാരംഗം വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന തിയേറ്റർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തിയേറ്റർ പ്രാക്ടീഷണറായ ശ്രീ അജിത് ചന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി. ക്ലബിന്റെ നേതൃത്വത്തിൽ ലളിതം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനായ ശ്രീ വേണുഗോപാലൻ മാഷ് ക്ലാസ് നയിച്ചു. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു. യുദ്ധവിരുദ്ധ സന്ദേശം നൽകുകയും പോസ്റ്റർ പ്രദർശനം, പതിപ്പ് പ്രദർശനം എന്നിവയും നടന്നു. സ്വാതന്ത്ര്യ ദിനം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. HM ശ്രീമതി ഗീത ടീച്ചർ പതാക ഉയർത്തി. കായിക അധ്യാപിക പ്രീജ ടീച്ചറുടെയും സീത ടീച്ചറുടെയും നേതൃത്വത്തിൽ ബുൾബുൾ കുട്ടികളുടെ മോക്ക് ഡ്രിൽ നടന്നു.
സഹയാത്രികരായതുകൊണ്ടും നമ്മുടെ കുട്ടികളെ പോലെ ആ കുട്ടികളെ ഞങ്ങൾ കണ്ടതുകൊണ്ട് ഗവൺമെന്റ് യു.പി. സ്കൂളിലെ കുട്ടികൾക്ക് വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ സാഹചര്യത്തിൽ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെക്കുകയും ആ തുക കുട്ടികളുടെ ചികിത്സാ ചെലവിനായി ബിന്ദു മാഡത്തിന് കൈമാറുകയും ചെയ്തു. ചികിത്സയ്ക്കായി നൽകിയത്. സെപ്റ്റംബർ 10-ന് സ്കൂൾ തല പ്രവൃത്തി പരിചയമേളയും സെപ്റ്റംബർ 12-ന് സ്കൂൾ തല ഗണിത സാമൂഹ്യ ശാസ്ത്രമേളയും നടന്നു. സ്കൂളിലെ ബുൾബുൾ യൂണിറ്റിന്റെ ഉദ്ഘാടനം പറളി പഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവി നിർവഹിച്ചു. ബുൾബുൾ ഡിസ്ട്രിക്ട് കമ്മീഷണർ ശ്രീമതി സഫിയ മാഡം വിഷയാവതരണം നടത്തി. സെപ്റ്റംബർ 16-ന് സ്കൂൾ തല കലാമേളയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റും കലാകാരനുമായ ശ്രീ പ്രകാശൻ മാടമ്പത്ത് നിർവഹിച്ചു. പറളി ഉപജില്ലാതല സ്പോർട്സ് മത്സരങ്ങൾ സെപ്റ്റംബർ 24, 25, 26 തീയതികളിൽ പറളി ഹൈസ്കൂളിൽ വെച്ച് നടന്നു. UP കിഡീസ് ഗേൾസ് ഓവറോൾ സെക്കൻഡ്, UP കിഡീസ് ഗേൾസ് ചാമ്പ്യൻഷിപ്പ് എന്നിവ നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി. പറളി ഉപജില്ലാതല പ്രവൃത്തി പരിചയ സാമൂഹ്യ ശാസ്ത്ര ഗണിതമേള ഒക്ടോബർ 9, 10 തീയതികളിൽ കേരളശ്ശേരി ഹൈസ്കൂളിൽ വെച്ച് നടന്നു. UP സയൻസ് മേള 2ാം സ്ഥാനം, UP സാമൂഹ്യ ശാസ്ത്ര മേള 2ാം സ്ഥാനം, വർക്ക് എക്സ്പീരിയൻസ് 3ാം സ്ഥാനം എന്നിവ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കി. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉപജില്ലാ മത്സരങ്ങൾ നവംബർ 1-ന് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സബ്ജില്ലാ കലാമേള നവംബർ 3, 4, 5 തീയതികളിൽ പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു. LP അറബി കലോത്സവം, UP അറബി കലോത്സവം എന്നിവയിൽ നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനം നേടി. ജനറൽ വിഭാഗത്തിൽ UP തലത്തിൽ 1ാം സ്ഥാനവും നേടുകയുണ്ടായി. ശിശുദിനത്തോടനുബന്ധിച്ച് പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രത്യേക അസംബ്ലിയും കലാപരിപാടികളും നടന്നു. തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇനിയയെ അനുമോദിച്ചു. ഡിസംബർ 1, 2, 3, 4 തീയതികളിലായി ജില്ലാ കലോത്സവം ആലത്തൂരിൽ വെച്ച് നടന്നു. വിവിധ മത്സരങ്ങളിലായി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തു. UP തലത്തിലെ അറബി കലോത്സവത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനം നമ്മുടെ സ്കൂൾ നേടി. ഡിസംബർ 3-ന് മഴവിൽ പദ്ധതിയുടെ ഭാഗമായി സയൻസ് ക്ലബിന്റെ അംഗങ്ങൾ മുണ്ടൂർ IRTC സന്ദർശിച്ചു. ഡിസംബർ 5-ന് ജില്ലാതലം വിദ്യാരംഗം സർഗോത്സവം നടന്നു. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ മിഥുൻ രാജ് നാടൻ പാട്ടിന് 1ാം സ്ഥാനം നേടി. ഡിസംബർ 23-ന് വളരെ വിപുലമായി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. ഈ വർഷത്തെ പഠനയാത്ര 3, 4, 5, 6, 7 ക്ലാസുകൾ സിൽവർ സ്റ്റോമിലേക്കും 1, 2 ക്ലാസ്സിലെ കുട്ടികൾ പോത്തുണ്ടിയിലേക്കും പ്രീ പ്രൈമറി കുട്ടികൾ പാലക്കാട് വാടികയിലേക്കും പഠനയാത്ര നടത്തി. ജനുവരി 26 റിപ്പബ്ലിക് ഡേ വർണ്ണാഭമായി സ്കൂളിൽ ആഘോഷിച്ചു. പറളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷാകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. AEO ബിന്ദു മാഡം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സ്കൂൾ ബാൻഡിന്റെ ഉദ്ഘാടനവും നടന്നു. കൗമാരപ്രായക്കാർക്കുള്ള ഹോമിയോ ചികിത്സാ പദ്ധതി സദ്ഗമയുടെ ഭാഗമായി സ്കൂളിൽ 5ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കായി ക്ലാസ് നടന്നു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ശുചിത്വ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. പറളി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് കൗൺസിലറായ വിദ്യ S ക്ലാസ് എടുത്തു. ഓഗസ്റ്റ് 16-ന് രാവിലെ 10 മുതൽ ചന്ദനത്തിരി ശില്പശാല ശ്രീമതി ഗൗരി മേഡത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ഒക്ടോബർ 25-ന് നടന്ന ഏകദിന ക്യാമ്പിന്റെ ഭാഗമായി സോപ്പ് നിർമ്മാണ ശില്പശാലയ്ക്ക് ശ്രീ സനോജ് മാസ്റ്റർ നേതൃത്വം നൽകി.
സ്കൂൾ സോഷ്യൽ സർവീസ് ക്ലബ്ബും പർലി സേവന ഹോസ്പിറ്റലും ചേർന്ന് നവംബർ 15-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നവംബർ 21, 22 തീയതികളിലായി ദ്വിദിന സഹവാസ ക്യാമ്പ് നടന്നു. പാലക്കാട് ജനമൈത്രി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ ശ്രീ അർമുഖൻ വി റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് പർലി BRCയിലെ വർക്ക് എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ടീച്ചറായ വത്സല ടീച്ചറുടെ നേതൃത്വത്തിൽ ബാഗ് നിർമ്മാണ പരിശീലനം നടന്നു. തുടർന്ന് സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. രണ്ടാം ദിനത്തിൽ ക്യാമ്പ് അംഗങ്ങൾ പോളി ഗാർഡൻ റിഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ചു. പാലക്കാട്ടെ പ്രശസ്ത പൈതൃക കേന്ദ്രമായ വരിക്കാശ്ശേരി മനയും സന്ദർശിക്കുകയുണ്ടായി. തുടർന്ന് ചിന്മയ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി സംഗീത അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ ശ്രീ പ്രകാശൻ മാടമ്പത്ത് നാടൻപാട്ട് ശില്പശാല നയിച്ചു. ഡിസംബർ 3-ന് ശ്രീ നൌഷാദ് മുഹയുദ്ദീൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മികവുറ്റ പ്രീ പ്രൈമറി, വിശാലമായ കളിസ്ഥലം, ഡിജിറ്റൽ ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബും, ശാസ്ത്രം പഠിക്കാൻ ഐ ലാബ്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അടുക്കള, വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം, എല്ലാ മാസവും പായസം, എല്ലാ ബുധനാഴ്ചയും വെജിറ്റബിൾ ബിരിയാണി. ഹരിതാഭവും ശുചിത്വവും നിറഞ്ഞ വിദ്യാലയം. കരാട്ടെ പരിശീലനം, സ്കൂൾ ബാൻഡ്, കലാപരിശീലനം, എഡ്യൂക്കേഷൻ, കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സഞ്ചരിക്ക, കുട്ടികളിലെ സർഗാത്മകത വളർത്താൻ ക്രിയേറ്റീവ് കോർണർ, ഫണ്ട്